അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെയും സഹോദരിമാരെയും, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ നേരിടുന്ന ഒരു അവസ്ഥയുണ്ട്. എല്ലാ വഴികളും അടഞ്ഞുപോയ പോലെ തോന്നുന്ന അവസ്ഥ. എത്ര ശ്രമിച്ചാലും കാര്യങ്ങൾ സുഖകരമാകാത്തത്. ജോലി കിട്ടാത്തത്. ബിസിനസ് മുന്നോട്ട് പോകാത്തത്. കുടുംബ പ്രശ്നങ്ങൾ. മനസ്സിൽ സമാധാനം ഇല്ലാത്തത്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നാം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്: എന്നെ സഹായിക്കാൻ ആരുണ്ട്? അതിന്റെ ഒരേയൊരു ഉത്തരം അല്ലാഹു സുബ്ഹാനഹു വതആല. അല്ലാഹുവിന് അസ്മാഉൽ ഹുസ്ന, ഏറ്റവും മനോഹരമായ നാമങ്ങളുണ്ട്. ആ നാമങ്ങളിൽ വളരെ മഹത്തായ ഒരു നാമമാണ് അൽ-ഫത്താഹ്. അൽ-ഫത്താഹ് എന്നത് അർത്ഥം അടഞ്ഞ വാതിലുകൾ തുറക്കുന്നവൻ, പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നവൻ, വിജയം സമ്മാനിക്കുന്നവൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രമിക്കാം, പക്ഷേ വാതിൽ തുറക്കുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ടാണ് നമ്മൾ യാ ഫത്താഹ് എന്ന് വിളിക്കേണ്ടത്. ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാലും, അവന്റെ മുന്നിൽ ഒരു വാതിൽ അടഞ്ഞാലും, അല്ലാഹ് തുറക്കാൻ തീരുമാനിച്ചാൽ ആരും അടക്കാൻ കഴിയില്ല. അതുപോലെ അല്ലാഹ് അടച്ചാൽ ആരും തുറക്കാൻ കഴിയില്ല. ഇതാണ് യാ ഫത്താഹ് എന്ന ഇസ്മിന്റെ ശക്തി. പ്രിയ സഹോദരങ്ങളെ, യാ ഫത്താഹ് എന്ന ദിക്ർ നമ്മൾ പതിവാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ആദ്യമായി, ജീവിതത്തിലെ അടഞ്ഞ വാതിലുകൾ തുറക്കും. നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുന്നില്ലേ? എത്ര ശ്രമിച്ചാലും അവസരം കിട്ടുന്നില്ലേ? അപ്പോൾ നിരാശപ്പെടേണ്ട. യാ ഫത്താഹ് എന്ന് ഹൃദയത്തിൽ നിന്ന് വിളിക്കുക. അല്ലാഹ് നിങ്ങൾക്കായി പുതിയ വഴികൾ തുറന്നുതരും. രണ്ടാമതായി, റിസ്ക് വർദ്ധിക്കും. പലരും പറയുന്നു, ഞാൻ വളരെ കഷ്ടപ്പെടുന്നു, പക്ഷേ ഫലം ഇല്ല. അപ്പോൾ നമ്മൾ മറക്കുന്നത് എന്താണ്? റിസ്ക് നൽകുന്നത് അല്ലാഹുവാണെന്ന സത്യം. യാ ഫത്താഹ് ചൊല്ലുന്നവർക്കായി അല്ലാഹ് അനുപമമായ വഴികളിലൂടെ ഉപജീവനം നൽകും. മൂന്നാമതായി, മനസ്സിന് സമാധാനം ലഭിക്കും. ഇന്ന് നമ്മൾ പലരും അനുഭവിക്കുന്നത് മാനസിക സമ്മർദ്ദമാണ്. ചിന്ത, ടെൻഷൻ, ഭയം. ഈ സമയത്ത് യാ ഫത്താഹ്, യാ ഫത്താഹ് എന്ന് ചൊല്ലുക. നിങ്ങളുടെ ഹൃദയം ശാന്തമാകുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാം. നാലാമതായി, ദുആകൾക്ക് വാതിൽ തുറക്കും. നമ്മൾ പലപ്പോഴും ദുആ ചെയ്യാറുണ്ട്, പക്ഷേ ചിലപ്പോൾ അതിന് മറുപടി കിട്ടാത്ത പോലെ തോന്നും. അപ്പോൾ യാ ഫത്താഹ് ചൊല്ലി ദുആ ചെയ്യുക. അല്ലാഹ് നിങ്ങളുടെ ദുആകൾ സ്വീകരിക്കാൻ വാതിൽ തുറക്കും. അഞ്ചാമതായി, വിജയത്തിലേക്ക് നയിക്കും. വിദ്യാഭ്യാസം, ജോലി, ജീവിതം, ഏതായാലും വിജയത്തിന് വഴിയൊരുക്കുന്നത് അല്ലാഹുവാണ്. യാ ഫത്താഹ് പതിവാക്കിയാൽ നിങ്ങളുടെ മുന്നിലെ തടസ്സങ്ങൾ നീങ്ങി വിജയത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. പ്രിയ സഹോദരങ്ങളെ, ഇത് എങ്ങനെ ചെയ്യണം? വളരെ ലളിതമാണ്. ഫജ്ർ നിസ്കാരത്തിന് ശേഷം, അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് 100 പ്രാവശ്യം യാ ഫത്താഹ് എന്ന് ചൊല്ലുക. അതിനുശേഷം ഹൃദയം നിറഞ്ഞ് ദുആ ചെയ്യുക. ഇത് ഒരു ദിവസം ചെയ്യുന്നതല്ല, സ്ഥിരമായി ചെയ്യണം. ഒരു പ്രധാന കാര്യം, നമ്മൾ യാ ഫത്താഹ് ചൊല്ലുമ്പോൾ വിശ്വാസത്തോടെ ചൊല്ലണം. അല്ലാഹ് എന്നെ സഹായിക്കും, എന്റെ പ്രശ്നങ്ങൾ തീരും എന്ന ഉറച്ച യഖീൻ, വിശ്വാസം ഉണ്ടായിരിക്കണം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് മുതൽ നമ്മൾ ഒരു തീരുമാനം എടുക്കാം. ദിവസവും യാ ഫത്താഹ് ചൊല്ലുക, ദുആകൾ ചെയ്യുക, അല്ലാഹുവിൽ പൂർണ്ണ വിശ്വാസം വയ്ക്കുക. അല്ലാഹ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ അടഞ്ഞ വാതിലുകളും തുറന്ന് നമ്മെ സമാധാനത്തിലും വിജയത്തിലും എത്തിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.